ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ ഹരേ രാധാനീലം കൃഷ്ണ ജി. സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും ശ്രീകൃഷ്ണ കഥാമൃതം അനന്തപത്മനാഭ സത്സംഗം എന്നീ ഗ്രൂപ്പിലെ എല്ലാ ഭക്തന്മാർക്കും ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന എല്ലാ ഭക്തന്മാർക്കും ദിവസേനയുള്ള ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം, അതായത് സാഖ്യയോഗം അല്ലെങ്കിൽ ഗീതാ വിഷയ സംഗ്രഹം എന്ന ചാപ്റ്ററില് 8-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നലെ അർജുനന്റെ ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവാണ് നമ്മൾ കണ്ടത്. ഇന്നലെ അജയ് ഗോവിന്ദ പ്രഭു നിങ്ങൾക്ക് വളരെ മനോഹരമായി അത് പറഞ്ഞു തന്നു. എന്താണ് അർജുനൻ ഭഗവാന് ശരണം പ്രാപിക്കുന്നത്? എങ്ങനെയാണ് ഒരു ശിഷ്യൻ ഒരു ഗുരുവിന് ശരണം പ്രാപിക്കുന്നത്? ഇതുവരെ അർജുനനും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് സുഹൃത്ത് ബന്ധമായിരുന്നു. പക്ഷെ ഇന്നലെ, അതായത് 7-ല് അത് അർജുനൻ എന്ത് ചെയ്തു? അതിനൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഗുരു ശിഷ്യ ബന്ധത്തിന് വേണ്ടി അർജുനൻ ഭഗവാനോട് എന്ത് ചെയ്യുന്നു? തന്റെ വിഷമതകളെല്ലാം പറഞ്ഞിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് ഒരു വഴിയുമില്ല ഭഗവാനെ, അങ്ങ് മാത്രമാണ് എനിക്ക് നല്ലത് എന്തെന്ന് പറഞ്ഞു തരാനുള്ളൂ, അല്ലെങ്കിൽ അങ്ങേക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് ശിഷ്യനായി ഭവിക്കുന്നു, എനിക്ക് നിർദ്ദേശം നൽകിയാലും. അപ്പൊ ഇന്നലെ പ്രഭു പറഞ്ഞു, ഭഗവത്ഗീതയിൽ ഇനി വരാൻ പോകുന്ന 4-ാമത്തെ ചാപ്റ്ററിൽ ഭഗവാൻ പറയാൻ പോകുന്ന ഒരു ശ്ലോകം, എങ്ങനെയാണ് ഒരു ഗുരു, എങ്ങനെയാണ് ഒരു ശിഷ്യൻ, ഇവരുടെ രണ്ടുപേരുടെ ബന്ധം എങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു ശ്ലോകത്തെ കുറിച്ചും അദ്ദേഹം ഇന്നലെ പറഞ്ഞു. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ. അതായത് പ്രണിപാതേന എന്ന് പറഞ്ഞാൽ ശരണമടയുക, പരിപ്രശ്നേന എന്ന് പറയാൻ നിർദ്ദേശങ്ങൾ ചോദിച്ച് സ്വീകരിക്കുക, സേവയ അത് പ്രാവർത്തികമാക്കുക. ഈ 3 കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് ഒരു ശിഷ്യൻ ശിഷ്യനാകുന്നത് എന്ന്. ഇവിടെ ഭഗവത്ഗീത തുടങ്ങുമ്പോ അർജുനൻ ആ വിഷാദത്തിൽ വന്നിട്ട് തനിക്ക് പാണ്ഡിത്യം, തന്റെ പാണ്ഡിത്യം അല്ലെങ്കിൽ തന്റെ ജ്ഞാനം അനുസരിച്ച് പലതും അതിനെ തരണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അർജുനൻ അവസാനം മനസ്സിലായി എന്ത് സംഭവിച്ചു? തനിക്ക് അത് നിവർത്തിക്കാൻ പറ്റുകയില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് അർജുനൻ എന്ത് ചെയ്യുന്നു? ശ്രീകൃഷ്ണ ഭഗവാന് ശരണാഗതി അടഞ്ഞുകൊണ്ട് തന്റെ ഗുരു ശിഷ്യ ബന്ധം, അതായത് ശിഷ്യൻ എന്നുള്ള ഔദ്യോഗിക ബന്ധത്തെ അർജുനൻ ഇന്നലെ ഭഗവാനോട് പറയുകയാണ്. എന്താണ് പറഞ്ഞത്? കാർപ്പണ്യ ദോഷം കൊണ്ട് ഞാൻ എന്റെ ബുദ്ധി എന്താണ് മൂഢനായിരിക്കുകയാണ്, ഞാൻ സമൂഹത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ശ്രേയസ് എന്താണെന്ന് എനിക്ക് അറിയുകയില്ല, അങ്ങാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്, എനിക്ക് നിർദ്ദേശം തന്നാലും, കാരണം ഞാൻ അങ്ങേക്ക് ശരണമടഞ്ഞ അങ്ങയുടെ ശിഷ്യനാണ് എന്ന് ഔദ്യോഗികമായി അർജുനൻ പ്രഖ്യാപിച്ചതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. നമ്മൾ ഇന്ന് എന്താണ് പിന്നെ അർജുനൻ പറയുന്നത്? ശിഷ്യനാണ് എന്ന് പറഞ്ഞിട്ട് എന്താണ് അർജുനൻ അടുത്തത് പറയുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ചെറിയൊരു കീർത്തനം ചെയ്യാം. ജയ രാധ മാധവ കുഞ്ച വിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച വിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന. യശോദാനന്ദന വ്രജ ജനരഞ്ജന. ജമുനാ തീര വനചാരി. ജമുനാ തീര വനചാരി. ജയ രാധ മാധവ കുഞ്ച വിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച വിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ
ഹരേ രാമ 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 ഹരേ ഹരേ. ജയ കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം. ജയ ഗൗരനിതായ് ജയ ഗൗരനിതായ് ഗൗരനിതായ് ജയ ഗൗരനിതായ്. ജയ ജയ പ്രഭുപാദ് 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 ജയ ജയ പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ് 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 ജയ ജയ ഗുരുദേവ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് നമ്മുടെ ശ്ലോകത്തിലേക്ക് കടക്കാം. 2.8. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവസപത്നമൃദ്ധം രാജ്യം സുരാണാം അപി ചാധിപത്യം. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവസപത്നമൃദ്ധം രാജ്യം സുരാണാം അപി ചാധിപത്യം. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവസപത്നമൃദ്ധം രാജ്യം സുരാണാം അപി ചാധിപത്യം. എന്താണ് അർജുനൻ പറയുന്നത്? നമുക്ക് നോക്കാം. നഹി പ്രപശ്യാമി, അല്ലയോ കൃഷ്ണ, ഞാൻ ഒന്നും കാണുന്നില്ല, ഒരു വഴിയും കാണുന്നില്ല. മമ അപനുദ്യാത്, എന്റെ ഇന്ദ്രിയങ്ങളെ എന്താണ് വലയ്ക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ടിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വഴിയും കാണുന്നില്ല കൃഷ്ണ. യത് ശോകം ഉച്ഛോഷണം ഇന്ദ്രിയാണാം, ഇന്ദ്രിയങ്ങളെ എല്ലാം എന്ത് ചെയ്യുകയാണ്? അത് ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ശുഷ്കിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു ശോകമാണ് എനിക്കിപ്പോ വന്നുപെട്ടിരിക്കുന്നത് കൃഷ്ണ. അതിന് എനിക്ക് ഒരു പരിഹാരവും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. എന്തൊക്കെ കിട്ടിയാലും അതിന് പരിഹാരമില്ല എന്ന് അർജുനൻ പറയുന്നു. അവാപ്യ ഭൂമ, അതായത് എനിക്ക് ഇവരെ എല്ലാം തോൽപ്പിച്ച് ഈ രാജ്യം കിട്ടിയാലും അല്ലെങ്കിൽ ഭൂമി, എത്രത്തോളം ഭൂമി കിട്ടിയാലും അസപത്നം വൃദ്ധം, ആരും എതിരില്ലാത്ത പ്രോസ്പെറസ് ആയിട്ടുള്ള രാജ്യം കിട്ടിയാലും സുരാണം അപിച്ച ആധിപത്യം, ഈവൻ എവിടെയാണ് ദേവലോകങ്ങളിൽ പോലും എന്ത് എനിക്ക് ആധിപത്യം കിട്ടിയാലും ഈ തരത്തിലുള്ള വിഷമങ്ങൾക്ക് പരിഹാരം, അതായത് എന്റെ വിഷമത്തിന് പരിഹാരം കാണാൻ എനിക്ക് സാധിക്കുകയില്ല കൃഷ്ണ എന്ന് അർജുനൻ പറയും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ്. ഭഗവത്ഗീതയുടെ ഓരോ ശ്ലോകവും നമ്മള് അതിന്റെ എല്ലാത്തിന്റെയും ഇമ്പോർട്ടൻസ്, ഇതിനകത്ത് ഭഗവത്ഗീതയിൽ 700 ശ്ലോകങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ശ്ലോകത്തിൽ നിന്നും നമുക്ക് ഒന്നും കിട്ടാത്തതായിട്ടില്ല. നമ്മുടെ ജീവിതത്തില് എന്തൊക്കെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വരുമ്പോ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള മെസ്സേജ് നമുക്ക് വേണമോ അതെല്ലാം ശ്രീമദ് ഭഗവത്ഗീതയുടെ ഓരോ ശ്ലോകങ്ങളിലും ഒളിഞ്ഞിരിപ്പുണ്ട്. അത് പക്ഷെ സൂപ്പർഫിഷ്യൽ ആയിട്ട് വായിച്ചാൽ മനസ്സിലാവുകയില്ല. ഡീപ്പായിട്ട്
thoughtful ആയിട്ട് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പഠിച്ച് വായിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. നമുക്ക് ഈ പ്രകാരം ഇതൊന്ന് നോക്കാം. ശീല പ്രഭുപാദിന്റെ പർപ്പോട്ട് നമുക്കൊന്ന് വായിക്കാം. I can find no means to drive away this grief which is drying up my senses. I will not be able to dispel it even if I win a prosperous, unrivaled kingdom on earth with sovereignty like the demigods in heaven. Although Arjuna was putting forward so many arguments based on knowledge of the principles of religion and moral codes, it appears that he was unable to solve his real problem without the help of a spiritual master, Lord Shri Krishna. He could understand that his so-called knowledge was useless in driving away his problems, which were drying up his whole existence. And it was impossible for him to solve such perplexities without the help of a spiritual master like Lord Krishna. Academic knowledge, scholarship, high position, etc. are all useless in solving the problem of life. Help can be given only by a spiritual master like Krishna. Therefore, the conclusion is that a spiritual master who is the 100% Krishna conscious is the bona fide spiritual master, for he can solve the problems of life. Lord Chaitanya said that one who is a master in the science of Krishna consciousness, regardless of his social position, is the real spiritual master. ഇത് വളരെ നീണ്ട ഒരു പർപ്പട്ടാണ്. ഇതിനകത്ത് ശീല പ്രഭുപാദ് പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നത് എങ്ങനെയാണ്, ജീവിതത്തിന്റെ അല്ലെങ്കിൽ നിലനിൽപ്പിന്റെ പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് ശീല പ്രഭുപാദ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കൂടെ ഒരു സ്പിരിച്വൽ മാസ്റ്റർ, അത്തരം ഒരു സന്ദർഭം വരുമ്പോൾ ഒരു സ്പിരിച്വൽ മാസ്റ്ററിന്റെ ആവശ്യകത എന്താണ് എന്നും നമ്മളെ പഠിപ്പിക്കുന്നു. നോക്കാം. എന്താണ് അർജുനന് സംഭവിച്ചിരിക്കുന്നത്? മനസ്സിന്റെ ദുഃഖമാണ് അർജുനൻ. ശാരീരികമായി അർജുനന് ദുഃഖമില്ല, ഭയമില്ല, ഒന്നുമില്ല. താൻ മരിച്ചു പോകുമെന്ന് ഒരിക്കൽ പോലും അർജുനൻ പേടിക്കുന്നില്ല. തനിക്ക് യുദ്ധത്തിൽ വിജയം വരിക്കാമെന്ന ശങ്ക അർജുനന് ഇല്ല. പ്രശ്നം എന്താണ്? അർജുനന് തന്റെ മുന്നിൽ നിൽക്കുന്ന മാതുല, പിതര, പുത്ര, പൗത്ര, ശ്യാല, സംബന്ധിനസ്തത എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാരെ അർജുനൻ കണ്ടു. ആ ആൾക്കാരും തങ്ങളും തമ്മിലുള്ള പഴയകാല ഓർമ്മകൾ. ഭീഷ്മ പിതാമഹനെ കാണുമ്പോൾ അർജുനൻ വിചാരിക്കുന്ന ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ആ ഭീഷ്മ പിതാമഹന്റെ നല്ല വെളുത്ത് നീണ്ട താടിയില് പിടിച്ചു കളിക്കുമായിരുന്നു. എന്നിട്ട് അച്ഛ എന്ന് വിളിക്കും. കാരണം അർജുനൻ അറിയില്ല, പാണ്ഡു മരിച്ചു പോയില്ലേ, അർജുനൻ അച്ഛ എന്ന് വിളിക്കും. അപ്പൊ ഭീഷ്മ പിതാമഹൻ പറയും, കുഞ്ഞെ ഞാൻ നിന്റെ അച്ഛനല്ല, അച്ഛന്റെ അച്ഛന്റെ അച്ഛനാണെന്ന് പറയും. അപ്പൊ അങ്ങനെ ഈ ഓർമ്മകളൊക്കെ അർജുനൻ വന്നിട്ട് ഭാവുകനാക്കുകയാണ്. അത് സാധാരണ, കാരണം എന്താണ്, മനുഷ്യ സഹജമാണ്. ഒരു ഭക്തന് പറഞ്ഞിട്ടുള്ളതുമാണ് അങ്ങനത്തെ ഭാവുകത്വം. അങ്ങനെ ഭാവുകനായി മനസ്സിനുള്ള ദുഃഖമാണ് അർജുനന്റെ പ്രശ്നം ഇപ്പോ. അർജുനൻ ചോദിക്കുകയാണ്, ഈ മനസ്സിനുള്ള ദുഃഖത്തിന് ഈ വിജയം അല്ലെങ്കിൽ ഈ വിജയം എന്താണ് അർജുനൻ പറയുന്നത്? അവാപ്യ ഭൂമ അസപത്നം വൃദ്ധം. എന്താണ്? ഭൂമി. ക്ഷത്രിയന്മാരുടെ ഒരു ആക്ടിവിറ്റിയാണ് എന്ത്? ഈ ഭൂമി വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ രാജ്യങ്ങൾ പിടിച്ചടക്കുക. കാരണം അത് അവരുടെ നിയന്ത്രണത്തിലായി കഴിയുമ്പോൾ അവർക്ക് സന്തോഷമാകും, അവർക്ക് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയും എന്നൊക്കെയാണ്. എന്നാലും അർജുനൻ പറയുന്നു, ഞാൻ ഈ പ്രകാരം യുദ്ധം ചെയ്ത് ഈ ഭൂമി നേടിയാലും, അതും എങ്ങനത്തെ ഭൂമി? അസപത്നം വൃദ്ധം, പ്രോസ്പെറസ് ആയതും ആരും വന്നിട്ട് എതിരെ ഇടാൻ വേണ്ടി വരാത്തതുമായിട്ടുള്ള രാജ്യങ്ങൾ കിട്ടിയാലും, സുരാണാം അപ്പിച്ച ആധിപത്യം, ഇനി അഥവാ ദേവലോകം തന്നെ കിട്ടിയാലും എന്റെ ഈ മനസ്സിന്റെ ദുഃഖത്തിന് ശമനമാകുമെന്ന് ഞാൻ കരുതുന്നില്ല കൃഷ്ണ എന്നാണ് അർജുനൻ പറയുന്നത്. ശരിയാണ് എന്ന് ഒരു തരത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. കാരണം പുറമേയുള്ള സാഹചര്യങ്ങൾ ഒന്നും നമ്മുടെ മനസ്സിന്റെ ആന്തരികമായിട്ടുള്ള ദുഃഖത്തിന് സമാധാനമേകാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് ചിലപ്പോൾ ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരു തരത്തിലുള്ള ദുഃഖം നമുക്കുണ്ടായാല് അതേ തലത്തിലുള്ള പരിഹാരം കൊണ്ട് മാത്രമേ അതിനെ നമുക്ക് നിവർത്തിക്കാൻ പറ്റൂ. അത് ഒരു കോമൺ സെൻസ് ആണ്.
ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ ഭയങ്കരമായിട്ട് വിശന്ന് വലഞ്ഞ്, അതും 2 ദിവസമായിട്ട് വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ ഭയങ്കര ദാഹിച്ചു വലഞ്ഞിരിക്കുകയാണ്. അയാൾക്ക് എന്താണ് ആവശ്യം? അയാൾക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ആവശ്യം. അയാൾക്ക് വേറെ എന്ത് കൊടുത്താലും അതിന്റെ പരിഹാരമാവുകയില്ല. ഒരാൾ കൊണ്ടുവന്ന ഒരു പൂമാല ഇട്ട് കൊടുത്താൽ, നല്ല മണമുള്ള പൂമാല, അതിഥി സൽക്കാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര താല്പര്യം ഒരാൾ വന്നിട്ട് ആ പൂമാല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് സമാധാനമാകുമോ? ഇല്ല. വെള്ളത്തിന് അല്ലെങ്കിൽ ദാഹത്തിന് ജലം തന്നെയാണ് പരിഹാരം. അതേപോലെ ഒരു ചൂടത്ത് വിയർത്തു കുളിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം മുമ്പിൽ കൊണ്ട് വെച്ചാല് അയാൾക്ക് ഭക്ഷിക്കാൻ ചിലപ്പോൾ താല്പര്യം കാണുകയില്ല. കാരണം എന്താണ്? അയാൾക്ക് വേണ്ടത് ശരീരത്തിന് കുളിർമയേകുന്ന എന്തെങ്കിലും ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇതൊന്നും വന്നിട്ട്, അതാണ് പറയുന്നത്, ഒരു തലത്തിലുള്ള, അതായത് ഒരു പ്ലാറ്റ്ഫോമിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതേ പ്ലാറ്റ്ഫോമിലുള്ള പരിഹാരമാണ് ആവശ്യം. അർജുനൻ പറയുകയാണ്, മനസ്സിന്റെ ദുഃഖത്തിന് എവിടെ ഈ പുറമേയുള്ള ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്താൽ എന്ത് ഗുണം കിട്ടാനാണ് കൃഷ്ണ എന്നാണ് ചോദിക്കുന്നത്. ഇന്റേണൽ ആഗണിയാണ് അർജുനൻ, അല്ലേ? ആന്തരികമായിട്ടുള്ള ദുഃഖം. അപ്പോ ഈ ബാഹ്യമായിട്ടുള്ള ഭൂമി കൊണ്ടോ, പിന്നെ എന്താണ്, രാജ്യം കൊണ്ടോ, അല്ലെങ്കിൽ സ്വർഗത്തിൽ വരെ പോകാമെന്ന് ഉള്ളത് കൊണ്ടോ ഒന്നും അർജുനന് സമാധാനമാവുകയില്ല. എന്താണ് ദുഃഖത്തിന് കാരണമാകുന്നത് എന്താണ് എന്ന് കണ്ടുപിടിച്ച് അതിന് തക്ക പരിഹാരം കാണുകയാണ് വേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ജീവിക്കുന്ന ലോകത്തിലെ ജീവിത പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. എന്താണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്? ദുഃഖാലയം അശാശ്വതം എന്നാണ് പറയുന്നത്. ഭൗതിക ലോകം എന്ന് പറയുന്നത് ദുഃഖാലയമാണ്, അശാശ്വതമാണ് എന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ എല്ലാവരും ഇപ്പൊ പത്രത്തിലും പിന്നെ ടിവിയിലും ഒക്കെ കാണാറുണ്ട്, സയന്റിഫിക് അഡ്വാൻസ്മെന്റ്. ആൾക്കാർ എന്താണ് പറയുന്നത്? ജീവിത സുഖങ്ങൾ വർദ്ധിപ്പിക്കുക, ഭൗതിക സുഖങ്ങൾ വർദ്ധിപ്പിക്കുക, ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഭൗതിക സുഖങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ള ഉപദേശമാണ് നമ്മൾ മിക്കവാറും കേൾക്കുന്നത്. പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. എന്താണ്? അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. കാരണം ഭൗതിക സുഖങ്ങൾ വർദ്ധിച്ചാൽ ഭൗതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഒരാൾക്ക് പൈസ ഇല്ലെങ്കിൽ അയാൾക്ക് ജീവിതാഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ട് പണം വേണം, ഭക്ഷണമില്ലെങ്കിൽ ആഹാരം വേണം, പാർപ്പിടമില്ലെങ്കിൽ വീട് വെച്ചു കൊടുക്കണം, വിദ്യാഭ്യാസം വേണം. ഈ കാര്യങ്ങളെല്ലാം അയാൾക്ക് കിട്ടിയാൽ അയാൾക്ക് സന്തോഷമാകും. പക്ഷേ മാനസികമായിട്ട് അയാൾ ബുദ്ധിമുട്ടുകയാണെങ്കിൽ അതിനൊരു പരിഹാരമാകുമോ ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന അഭിവൃദ്ധികൾ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് സമ്പന്നരായിട്ടുള്ള ആൾക്കാർക്ക് ദുഃഖമേ വരാൻ പാടില്ല, അവർക്കും പക്ഷെ ദുഃഖമുണ്ടാവുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാകും. പിന്നെ ഒരു ഉദാഹരണം പറയാം. ഇത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടോ ആരെയും ഒരു റിലീജിയനെയും തരം താഴ്ത്താൻ വേണ്ടിയിട്ടോ പറയുന്നതല്ല. പക്ഷെ ഈ ഒരു ഉദാഹരണം വളരെ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും, അതുകൊണ്ട് പറയുന്നതാണ്. ഒരു സ്ഥലത്ത് കുറച്ച് ഒരു ട്രൈബൽ ഏരിയ ആണെന്ന് വിചാരിച്ചോളൂ. കുറച്ച് ധാർമ്മികരായിട്ട് അവരുടെ ആ ഒരു ആചാരത്തെയും നല്ല നല്ല ആചാരങ്ങളെയും ഒക്കെ പിന്തുടർന്നു പോകുന്ന ഒരു കൂട്ടം ജനങ്ങൾ താമസിക്കുന്നുണ്ടായിരുന്നു. കാട്ടിലാണെന്ന് വിചാരിച്ചോളൂ. അപ്പോ അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിത രീതിയുണ്ട്, അവരുടേതായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള ധർമ്മമുണ്ട്. പക്ഷെ എല്ലാം നല്ലതാണ്. ഉദാഹരണത്തിന് ഋഷിമാർ വിചാരിക്കുന്നത് പോലെയാണ് അവർ വിചാരിക്കുന്നത്. മറ്റുള്ള ജന്തുക്കളെ ഒന്നും ഉപദ്രവിക്കാതെ പഴങ്ങളും പച്ചക്കറികളും ആയുർവേദവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോരുന്ന ഒരു ജനത അവിടെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഈശ്വര വിശ്വാസമുള്ള, എല്ലാത്തിനും നിദാനം ഈശ്വരനാണ് എന്ന് വിശ്വസിക്കുന്ന, എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് ഈശ്വരനാണെന്ന് വിശ്വസിക്കുന്ന, ഈശ്വരൻ നൽകിയാൽ മാത്രമേ നമുക്ക് എന്തും കിട്ടൂ എന്ന് വിശ്വസിക്കുന്ന നല്ല ഒരു സാത്വികരായിട്ടുള്ള ജനത അവിടെ ജീവിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കൂ. പക്ഷേ ഒരു ദിവസം അവരുടെ അടുത്തേക്ക് ഒരു ഉപദേശി വരും, തന്റെ മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതാരുമാകാം, ഏത് മതമാണെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും മതമായിക്കോട്ടെ. ഉപദേശി വരികയാണ്. അപ്പോ അയാളുടെ ഉദ്ദേശം എന്താണ്? അവരെ തന്റെ ധർമ്മത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഉപദേശിയുടെ പിന്നെ ആഗ്രഹം. കാരണം അയാളെ വിചാരിക്കുന്ന ഇവര് താമസിക്കുന്നത്
പ്രാചീനവും പുരാതനവും മൺകലത്തിൽ പാചകം ചെയ്യുന്നു, അടുപ്പ് കൂട്ടി വിറക് കത്തിച്ച് പാചകം ചെയ്യുന്നു. പിന്നെ എന്താണ് പുൽക്കുടിലില്, അതായത് എന്താണ് കോട്ടേജ്, പുല്ലും വൈക്കോലും ഒക്കെ മേഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നു, കൃഷി ചെയ്യുന്നു. ഇതൊക്കെ പ്രാചീനമായിട്ടുള്ള ജീവിത രീതിയല്ലേ? ഇതിനെക്കാട്ടിലും ഒരുപാട് അഡ്വാൻസ്മെന്റ് ലോകത്ത് വന്നു ചേർന്നിരിക്കുന്നു. ആ അഡ്വാൻസ്മെന്റ് വന്നു ചേർന്നത് കൊണ്ട് ആൾക്കാർ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു, ഗ്യാസ് അടുപ്പിൽ പാകം ചെയ്യുന്നു, നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്കും പഠിപ്പിച്ചു കൊടുക്കാമല്ലോ, ഇവരുടെ ജീവിതവും അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്നാണ് അയാൾ ചിന്തിക്കുന്നത്, ഈ വന്ന ഉപദേശം ചിന്തിക്കുന്നത്. അതായത് തന്റെ മതം കുറച്ചുകൂടി മോഡേൺ ആണെന്നാണ് അയാൾ പറഞ്ഞു വരുന്നത്. ആദ്യം ഈ ഉപദേശം എന്ന് പറയുമ്പോൾ ഈ ജനങ്ങൾ ഇതൊന്നും ചെവിക്കൊള്ളൂല. കാരണം അവർ സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ ആ ഒരു പിന്നെ എന്താണ് ജീവിത രീതിയിൽ. കാരണം എന്ത് ചെയ്തു, ഇയാൾ വന്ന് പറയുമ്പോഴൊന്നും ഇതൊന്നും ആരും മൈൻഡ് ചെയ്യാൻ പോലും. പക്ഷെ ഒരു ദിവസം ആ കൂട്ടത്തില് ഒരാളുടെ കുട്ടിക്ക് ഭയങ്കര ഒരു മാരകമായിട്ടുള്ള അസുഖം പിടിപെട്ടു. ഇവരുടെ ആയുർവേദവും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ച് എത്ര തവണ ചികിത്സിച്ചു നോക്കിയിട്ടും ആ കുട്ടിക്ക് ഒരു മാറ്റവും വരുന്നില്ല. അവൻ മരണത്തിനോട് മല്ലിട്ട് കിടക്കുകയും. അപ്പോഴാണ് ഈ ഉപദേശി മനസ്സിലാക്കുന്നത്, ഉപദേശിയുടെ കയ്യില് പാക്ക് ചെയ്തുകൊണ്ട് വന്ന കുറച്ച് മരുന്നുകളുണ്ട്, പെൻസിലിൻ ഗുളിക ഇതൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി. ആ ഉപദേശി ഈ മരുന്ന് കൊണ്ട് ഈ കുട്ടിക്ക് കൊടുക്കും. കുട്ടി രക്ഷപ്പെടുന്നു. കാരണം ഈ അണുബാധയുടെ ട്രീറ്റ്മെന്റ് പെൻസിലിനാണ്. അയാൾ കൊടുത്തു, കുട്ടി രക്ഷപ്പെട്ടു. അവിടെയുള്ള കൂട്ടുകാര് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ബന്ധുക്കളും മറ്റു ആൾക്കാരും ഇത് എത്ര വലിയ അത്ഭുതമാണ്, നമ്മുടെ ധർമ്മത്തിന് നടക്കാതിരുന്ന ഒരു കാര്യമാണ് ഈ ഉപദേശി വന്ന് രക്ഷിച്ചതിലൂടെ എന്ത് ചെയ്തിരിക്കുന്നത്, ആ കുട്ടിയെ രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് അയാള്, അതായത് ആ കുട്ടി രക്ഷപ്പെട്ട കുട്ടിയുടെ ബന്ധുക്കളും മറ്റു ആൾക്കാരും ആലോചിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ശരി അങ്ങനെ ആണെങ്കിൽ ഈ അത്ഭുതം ഇയാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇയാളുടെ ദൈവത്തിന് ശരണം പ്രാപിക്കുന്നതല്ലേ നല്ലത് എന്ന് ചില ആൾക്കാർ ചിന്തിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ ചിന്താഗതിയാണ് മതപരിവർത്തനത്തിലേക്ക് മാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് പല പിന്നെ ധർമ്മങ്ങളും ഉപയോഗിക്കുന്ന ചിന്ത. ബേസിക് നെസസിറ്റീസ് കൊടുത്തിട്ട് സ്വന്തം ധർമ്മത്തിലേക്ക് എന്ത് ചെയ്യുകയാണ്, പരിവർത്തനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ബുദ്ധിയുള്ള ഒരു ആളുണ്ടായിരുന്നു. അയാൾ ചിന്തിച്ചു, ശരിയാണ്, അയാളുടെ മരുന്ന് കൊണ്ട് ഈ കുട്ടിയുടെ അസുഖം മാറി, ശരി തന്നെ. പക്ഷേ സ്വന്തം ലൈഫിന്റെ പ്രോബ്ലങ്ങൾക്ക്, അതായത് ഞാൻ ആരാണ്, ഞാനും ഈശ്വരനും തമ്മിലുള്ള ബന്ധം എന്താണ്, എന്തുകൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നത്, എന്താണ് എന്റെ ആത്യന്തിക ലക്ഷ്യം, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നിനും ഉത്തരം തരാൻ വേണ്ടി ഇവരുടെ ധർമ്മത്തിന് സാധിക്കുകയില്ല. അയാൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് ഉപദേശിയുടെ ധർമ്മത്തെ കുറിച്ച്. ഇതൊന്നും സാധിക്കുന്നില്ല. എന്തുകൊണ്ട് എനിക്ക് ഇവരുടെ കയ്യിലുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ, അതായത് അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എന്റെ ധർമ്മത്തിനെ പിന്തുടർന്നുകൂടാ? എന്റെ ധർമ്മം, അതായത് അയാൾ പിന്തുടരുന്ന ധർമ്മം എന്ന് പറയുന്നത് എന്താണ്, വളരെയധികം ഉത്തരങ്ങൾ, അതായത് ജീവിത പ്രശ്നങ്ങൾക്ക് ഉത്തരം തരുന്നതും സാത്വികവും അങ്ങനെ ആരോഗ്യകരവുമായിട്ടുള്ള, മറ്റാരെയും ഹിംസിക്കാത്ത നല്ല ധർമ്മമാണ് എന്ന് 100% ഉറപ്പുള്ള ഒരു ആൾ അതിനകത്തുണ്ടെങ്കിൽ അയാൾ എന്ത് വിചാരിക്കും, എക്സ്റ്റേണൽ സിറ്റുവേഷനിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അതിന് പരിഹാരമായിട്ട് എക്സ്റ്റേണൽ കാര്യങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മുടെ ആന്തരികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന നമ്മുടെ ആ ധർമ്മത്തിനെ മുറുകെ പിടിക്കുന്നതല്ലേ നല്ലത്. ഇതിനെയാണ് എന്ത് പറയുന്നത്, ബാലൻസ്ഡ് എന്ന് പറയുന്നത്, അതായത് സമതുലിത അവസ്ഥ എന്ന് പറയുന്നത്. ആ ധർമ്മത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ഇതിനൊന്നും ഉത്തരവില്ല. ആരാണ് ഞാൻ, എവിടെ നിന്നാണ് ഞാൻ വരുന്നത്, എങ്ങോട്ടാണ് ഞാൻ പോകുന്നത്, എന്തിനാണ് ഞാൻ നിലനിൽക്കുന്നത്, ഇതൊക്കെ മനുഷ്യന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണ് എന്നൊന്നും ആർക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ആ ധർമ്മത്തിലുള്ള ആൾക്കാർക്ക്, അത് ഏത് ധർമ്മവും ആയിക്കോട്ടെ, നമുക്ക് ധർമ്മത്തിനെ പേരെടുത്ത് പറയാൻ പറ്റുകയില്ല. അയാള് എന്ത് ചെയ്യുകയില്ല, പറയുകയില്ല. അപ്പോ എന്താണ് അയാൾ പറയുന്നത്, ഈ ധർമ്മത്തിലേക്ക് എന്തിനു പോകണം, നല്ല കാര്യങ്ങൾ സ്വാംശീകരിക്കണം, പക്ഷെ എന്റെ ധർമ്മത്തിന്റെ നല്ല കാര്യങ്ങൾ എന്തിനു ഞാൻ വിടണം? ഇതാണ് ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തി ചിന്തിക്കേണ്ട കാര്യം. പ്രശ്നങ്ങൾ വരുമ്പോൾ
നമ്മളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ അതിൽ വീണ് പോയിട്ട് സ്വന്തം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ മറന്നുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ടു പോവുക തന്നെ ചെയ്യുകയുള്ളൂ. ബാലൻസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഇവിടെയാണ് നമുക്ക് വേണ്ടത്. അതിന് എന്താണ് ആവശ്യം? നമ്മുടെ ധർമ്മത്തെ പറ്റി ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് നമുക്ക്. ഭൗതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആത്മീയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം സനാതന ധർമ്മത്തിൽ ഉറപ്പായിട്ടും ഉണ്ട് എന്നുള്ളതില് 100% എന്താണ്, ഉറപ്പുണ്ട്. ശീല പ്രഭുപാദരുടെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരാണ്, ഞാൻ ഈശ്വരന്റെ അംശമാണ്, എന്താണ് ഞാനും ഈശ്വരനും തമ്മിലുള്ള ബന്ധം, അംശവും പൂർണ്ണവും തമ്മിലുള്ള ബന്ധം, എന്താണ് എന്റെ കടമ, പൂർണ്ണത്തിന് സേവനം ചെയ്യുക എന്നുള്ള കടമ, എങ്ങനെ എനിക്കിത് ചേർക്കാം ഭക്തിയോഗത്തിലൂടെ. ഈ ഭക്തിയോഗം എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും വഴിയും. ഇതും എല്ലാം മനസ്സിലാക്കും. അങ്ങനെ ഇരിക്കെ ഈ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ധർമ്മത്തിനെ വിട്ടിട്ട് ഇനി ഒരു ധർമ്മത്തിലേക്ക് പരിവർത്തനം ചെയ്തു പോകുന്നതിന്റെ ആവശ്യം എന്താണ്? ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി എന്ത് ചെയ്യും? ഇങ്ങനെ ചിന്തിക്കും. ആ അഭിവൃദ്ധി, ഈ ആന്തരിക അഭിവൃദ്ധി നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് സന്തോഷം തരും. ആ സാങ്കേതിക വിദ്യകളൊക്കെ നമുക്ക് എന്താണ്, നമ്മളെല്ലാം എന്ത് ചെയ്യും? ഒരു കാര്യവും ഭക്തന്മാരോട് എന്താണ് രൂപഗോസ്വാമി പറഞ്ഞിട്ടുള്ളത്? യുക്ത വൈരാഗ്യം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? എന്താണ് യുക്ത വൈരാഗ്യം എന്ന് പറയുന്നത്? നമ്മൾക്ക് ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഈ ലോകത്തുള്ള ഒരു സാങ്കേതിക വിദ്യയും നമ്മൾ തള്ളിക്കളയേണ്ട ആവശ്യമില്ല. ഇത്തി എന്ന് പറഞ്ഞിട്ട് മായാവാദികൾ മാറ്റിവെക്കുന്നത് പോലെ ഒന്നിനെയും മാറ്റിവെക്കേണ്ട ആവശ്യവുമില്ല. എല്ലാ സാങ്കേതിക വിദ്യയും നമുക്ക് സ്വീകരിക്കാം. മൊബൈൽ ഫോണും മൈക്രോഫോണും യൂട്യൂബും എല്ലാം നമുക്ക് സ്വീകരിക്കാം. പക്ഷേ നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്ക് ഉതകുന്ന തരത്തിൽ അതിനെ പ്രയോജനപ്പെടുത്തണം. എന്ത് വൈരാഗ്യമാണത്? യുക്ത വൈരാഗ്യം എന്ന് പറയും. എന്താണ് യുക്ത വൈരാഗ്യം? പ്രാപഞ്ചികതയാ ബുദ്ധ്യ ഹരിത സംബന്ധി വസ്തുന മുമുക്ഷുഭി പരിത്യാഗോ വൈരാഗ്യം ഫൽഗു ഗച്ഛതി. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നിരിക്കലും ഇതൊക്കെ എന്താണ്, ഭൗതികമാണെന്ന് വിചാരിച്ചിട്ട് ഇതിനെയൊക്കെ തള്ളി പറയുന്ന ആൾക്കാർ ഫൽഗു വൈരാഗ്യമാണ് ചെയ്യുന്നത്. സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്. അവർ കൊണ്ടുവരുന്ന പാശ്ചാത്യ ലോകത്ത് നിന്ന് വരുന്ന സാങ്കേതിക വിദ്യകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സേവനത്തിനായി ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ അർജുനൻ എന്ത് ചെയ്യുകയാണ്? ഒരു ടിപ്പിക്കൽ ക്ഷത്രിയനാണ് അർജുനൻ. അർജുനൻ എന്ന് പറയുന്നത് വില്ലാളി വീരനായിട്ടുള്ള ഒരു ക്ഷത്രിയനായതുകൊണ്ട് തന്നെ അർജുനൻ ചിന്തിക്കുന്നു തന്റെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് ആദ്യം അർജുനൻ ചിന്തിക്കുന്നു. ആദ്യം അർജുനൻ ചിന്തിക്കുന്നത് ക്ഷത്രിയന്റെ വ്യൂ പോയിന്റിലാണ് ആദ്യം. ഇപ്പൊ അർജുനൻ ഒരു ഭക്തനെ പോലെ അല്ല ചിന്തിക്കുന്നത്. 18ാമത്തെ ചാപ്റ്ററിന്റെ അവസാനം നഷ്ടോ മോഹ സ്മൃതിർലത്വാത് മയാ അച്യുത കരിഷ്യ വചനം തവ എന്നൊക്കെ പറഞ്ഞിട്ട് സറണ്ടർ ചെയ്യുന്ന ഭക്തനല്ല അർജുനൻ ഇവിടെ. അതിന് ഇനിയും സമയമുണ്ട്. 700 ശ്ലോകങ്ങൾ ഇനിയും കിടപ്പുണ്ട്. അതിനിടയ്ക്ക് ഇപ്പൊ നമ്മൾ 2ാമത്തെ ചാപ്റ്ററിന്റെ 8ാമത്തെ ശ്ലോകത്തിൽ അർജുനന്റെ പ്രശ്നങ്ങളെ ഭൗതികമായിട്ട് മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏത് വഴിയിൽ മാറ്റാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അർജുനൻ ഇപ്പോൾ ക്ഷത്രിയനെ പോലെയാണ് ചിന്തിക്കുന്നത്. എന്താണ് ക്ഷത്രിയൻ ചിന്തിക്കുന്നത്? അവരുടെ രാജ്യം വർദ്ധിപ്പിക്കുക, അതാണ് 1. 2, സമൃദ്ധമായിട്ട് രാജ്യം ഭരിക്കുക. 3, സ്വർഗീയ വാസത്തിന് വേണ്ടുന്ന പുണ്യപ്രവർത്തികൾ ചെയ്യുക. ഇതാണ് ക്ഷത്രിയന്റെ ഡ്രീം കരിയർ. പക്ഷെ അർജുനൻ ഇപ്പൊ മനസ്സിലാക്കുന്നു ഭൂമിയും രാജ്യവും ഈവൻ സ്വർഗത്തില് സുരാണം അപിജ ആധിപത്യം ഒക്കെ കിട്ടിയാലും ഇതൊന്നും തന്റെ ആന്തരികമായിട്ടുള്ള ദുഃഖത്തിന് ഒന്നും സഹായിക്കുകയില്ലല്ലോ എന്ന് അർജുനൻ ഇന്റേണലി ചിന്തിക്കുകയാണ്. അതുകൊണ്ടാണ് അർജുനൻ ഇങ്ങനെ ചോദിക്കുന്നത്. അർജുനൻ ഭഗവാനോട് പറയുകയാണ്, എന്താണ് പറയുന്നത്? എനിക്ക് അങ്ങ് നിർദ്ദേശം നൽകൂ. പൃച്ഛ്വാമി ത്വാം ധർമ്മസമ്പൂർണ്ണ ചേത. ഞാൻ ധർമ്മസമ്പൂർണ്ണ ചേതനാണ്. ഈ അവാപ്യ ഭൂമ അസപത്നം വൃത്തം രാജ്യം സുരാണം അഭിച്ച ആധിപത്യം ഇതൊന്നും എന്റെ ശോകം ഉച്ഛോഷണം ഇന്ദ്രിയാണം ഇതിനു വേണ്ടി പ്രപശ്യാമി, ഈ ഒരു വഴിയും അല്ല ഞാൻ കാണുന്നത് എന്ന് അർജുനൻ ഇന്റേണലി തിങ്ക് ചെയ്യുകയാണ്. ആന്തരികമായിട്ടുള്ള ദുഃഖത്തെ സമാധാനിപ്പിക്കുകയില്ല ഇതൊന്നും എന്ന് അർജുനന് ഇപ്പൊ ഉറപ്പായിരിക്കുകയാണ്. ഇത് ഒരു പ്രപഞ്ച സത്യത്തെയാണ് കുറിക്കുന്നത് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. എന്താണ് പ്രപഞ്ച സത്യം? പുറമേയുള്ള ഒരു തരത്തിലുമുള്ള എന്താണ് സ്വപ്ന സദൃശ്യമായിട്ടുള്ള
ഒരു ഡ്രീം ലൈഫ് നിങ്ങൾക്ക് കിട്ടിയാലും ഉള്ളിലെ പേടി സ്വപ്നങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് വിരാമം കുറിക്കാൻ പറ്റുകയില്ല. എന്താണ്? സ്വപ്ന സദൃശമായിട്ടുള്ള ജീവിതം, നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റുന്ന തരത്തിലുള്ള സമ്പത്തോ അഭിവൃദ്ധിയോ സൗന്ദര്യമോ എന്തൊക്കെ ആയിക്കോട്ടെ, അത് കിട്ടിയാലും ഉള്ളിലെ പേടി സ്വപ്നങ്ങൾക്ക് ഒരു വിരാമം കുറിക്കാൻ പോലും നിങ്ങൾക്ക് പറ്റുകയില്ല. ഡ്രീം ലൈഫ് നൈറ്റ് മേഴ്സിന് എന്താകുകയില്ല, പരിഹാരമാകുകയില്ല എന്നാണ് ആര് പറയുന്നത്? ആചാര്യന്മാര് പറയുന്നത്. നമ്മളും ഇത് മനസ്സിലാക്കണം. ഭൗതിക ലോകം എന്ന് പറയുന്നത് നമ്മൾക്ക് സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ തരും. എത്രയധികം സുഖങ്ങൾ തന്നാലും നമ്മളുടെ ജീവിത ലക്ഷ്യത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ ആ തരത്തിലുള്ള ഭൗതിക സുഖങ്ങൾക്ക് ഒന്നും സാധിക്കുകയില്ല എന്ന് അൾട്ടിമേറ്റ്ലി നമ്മൾ മനസ്സിലാക്കണം. ഭൗതിക സുഖങ്ങൾ വേണ്ട എന്നല്ല പറയുന്നത്. തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. കാരണം എന്താണ്? ഭൗതിക സുഖങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു നിർധനനായിട്ടുള്ള വ്യക്തിക്ക് അയാൾക്ക് ജീവിത പ്രശ്നങ്ങൾ കാരണം അയാൾക്ക് ഭക്തിയിൽ പുരോഗമിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അത്രയ്ക്ക് ഒന്നിനോടും താല്പര്യമില്ല, അല്ലെങ്കിൽ എല്ലാത്തിനെയും ഉപേക്ഷിച്ച് ജീവിക്കുന്ന ബ്രഹ്മചാരിക്കോ സന്യാസിക്കോ പൈസയെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു ഗൃഹസ്ഥന് അത്യാവശ്യം അയാളുടെ കുട്ടികളെ വളർത്താനും പഠിപ്പിക്കാനുമുള്ള സമ്പാദ്യം ഉണ്ടായിട്ടേ. അതുകൊണ്ട് അയാൾ അതിനുവേണ്ടി പ്രയത്നിക്കുക തന്നെ ചെയ്യണം. നേരായ വഴിയിൽ അയാൾക്ക് എന്ത് ചെയ്യാമോ അതിനനുസരിച്ച് അയാൾ പ്രവർത്തിക്കണം. അയാളുടെ വിധി അനുസരിച്ച് കിട്ടുന്നതിനെ അക്സെപ്റ്റ് ചെയ്യണം, സംതൃപ്തനായിരിക്കണം. പൈസ ഒട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ, തീരെ ദരിദ്രനാണെങ്കിൽ അയാളോട് എന്ത് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല, ആത്യന്തിക ലക്ഷ്യത്തെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. അതേപോലെ പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് വേദം ഓതിയിട്ട് കാര്യമില്ല. കാരണം എന്താണ്? അയാൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പ്രഭുപാദ് പറഞ്ഞ ഫസ്റ്റ് ഫീഡ് ദം, പ്രസാദം കൊടുത്തിട്ട് അവരുടെ വിശപ്പിനെ ശമിപ്പിക്കുക, എന്നിട്ട് അവർക്ക് ഭഗവത്ഗീത കൊടുക്കുക. അപ്പൊ അവർക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ അവർ എപ്പോഴും എന്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും? വിശപ്പിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ബേസിക് നെസസിറ്റീസ്, ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇതെല്ലാം ഒരു മനുഷ്യന് ആവശ്യമാണ്. അത് വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ അതുകൊണ്ട് ആത്യന്തിക ലക്ഷ്യങ്ങൾക്ക് ഒരു ആൻസർ ആവുകയില്ല, ജീവിത പ്രശ്നങ്ങൾക്ക് ആൻസർ ആവുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാമാണ് ജീവിതം എന്ന് വിചാരിക്കുന്നവർക്ക് ഇതോടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും അല്ലേ? പക്ഷെ എന്നാലും അവർക്ക് ആന്തരികമായിട്ടുള്ള ദുഃഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. റിലേഷൻഷിപ്പ് കോൺഫ്ലിക്ട്സ് എന്ന് പറയും ഇപ്പൊ മോഡേൺ ടൈംസിൽ. എന്താണ് റിലേഷൻഷിപ്പ് കോൺഫ്ലിക്ട്സ്? ബന്ധങ്ങൾ വന്നിട്ട് എന്താണ്, നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ പിടിച്ചു വലിക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിനുണ്ടാകുന്ന വിഷമങ്ങൾ എന്നൊക്കെ പറയും. അതൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. അത് പൈസ ഉള്ളവർക്കും ഉണ്ടാകും, ഇല്ലാത്തവർക്കും ഉണ്ടാകും. നമ്മൾ കേട്ടിട്ടുണ്ട് ബോളിവുഡിൽ എത്രയോ ആൾക്കാര്, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കരിയറുള്ള എത്രയോ ഹീറോസ് വന്നിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ്? അവർക്ക് പൈസയോ സൗന്ദര്യമോ കാര്യപ്രാപ്തിയോ അവർക്ക് സക്സസ്ഫുൾ ലൈഫോ ഇല്ലാഞ്ഞിട്ടാണോ? ഇല്ല. ആന്തരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഇതൊന്നും എന്തല്ല, ഒരു പരിഹാരമല്ല. ബേസിക് നെസസിറ്റീസ്, ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഈ സാധനങ്ങൾ ഇല്ലാത്ത ആൾക്കാർക്ക് അത് അത്യാവശ്യം കൂടിയേ തരും, അതിന് പ്രയത്നിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അത് മാത്രം കൊണ്ട് ലൈഫിന്റെ എല്ലാ പ്രോബ്ലംസിനും ഉത്തരം കിട്ടും എന്ന് പറയുന്ന തരത്തിലുള്ള അബദ്ധ ചിന്ത അരുത് എന്നാണ് പറയുന്നത്. അപ്പോ ഭഗവത്ഗീതയില് ഈ ആത്യന്തിക ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള മെസ്സേജാണ് ഇരിക്കുന്നത്. അതായത് ആധ്യാത്മിക ജ്ഞാനം. അർജുനന്റെ അവസ്ഥ ഇപ്പൊ എന്താണ്? രാജ്യം, സുരാണം, അഭിച്ച ആധിപത്യം, ഇതൊക്കെ അർജുനന് ഉറപ്പാണ് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ. പക്ഷെ അർജുനൻ ചിന്തിക്കുന്നു, ഈ യുദ്ധം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നഷ്ടപ്പെടുന്ന, എന്റെ റിലേറ്റീവ്സിനെ നഷ്ടപ്പെടുന്ന ആ ദുഃഖം കളയാൻ വേണ്ടിയിട്ട് ഈ കിട്ടുന്ന രാജ്യത്തിനും ഭൂമിക്കും സ്വർഗാധിപത്യത്തിനും ഒക്കെ പറ്റുമോ എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. അർജുനന് കോൺഫ്ലിക്റ്റ് ആണ്, ഇന്റേണൽ കോൺഫ്ലിക്റ്റ്. ഈ കോൺഫ്ലിക്റ്റിനെ എങ്ങനെയാണ് അർജുനൻ ഭഗവാന് മുന്നിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. എന്താണ്? അർജുനൻ എന്ത് വേണം? ഉത്തരം വേണം. അതും സാധ്യമായിട്ടുള്ള ഉത്തരം എന്താണ്? ആധ്യാത്മികമായിട്ടുള്ള ഉത്തരം മാത്രമേ ഇതിന് ആൻസർ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞു തന്നാൽ ശരിയാവുകയുള്ളൂ എന്ന് പറഞ്ഞു. ഈ ചോദ്യങ്ങൾ, ആരാണ് ഞാൻ, എന്തിനാണ് ഞാൻ നിലനിൽക്കുന്നത്, എന്താണ് എന്റെ ആത്യന്തിക ലക്ഷ്യം, ഇതിനുള്ള ഉത്തരം ഭൗതിക സൗകര്യങ്ങൾ തരില്ല. ഒരു സ്കൂളിലും പഠിപ്പിക്കുകയുമില്ല, ഒരു കോളേജിലും പഠിപ്പിക്കുകയുമില്ല. അവിടെ എല്ലാം ഹൗ ടു ലീവ്, അല്ലെങ്കിൽ ഏൺ എ ലിവിങ്, ഈ റാറ്റ് റേസ് എന്ന് പറയും.
കോമ്പറ്റേറ്റീവ് മെന്റാലിറ്റിയിൽ ഒരു കമ്പനിയിൽ ജോലി എങ്ങനെ നേടണം, മറ്റുള്ള ആൾക്കാരെ എങ്ങനെ തറ പറ്റിച്ച് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകണം, ഇത് മാത്രം. പക്ഷെ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അവർ പറഞ്ഞു തരികയില്ല. അത് ആധ്യാത്മിക അവബോധത്തിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. നമുക്ക് 3 തരത്തിലുള്ള നിലനിൽപ്പുണ്ട്. ഒന്നാമത്തെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഫിസിക്കൽ, അതായത് ശാരീരികമായിട്ടുള്ള നിലനിൽപ്പ്. എന്താണ് ശാരീരികമായിട്ടുള്ളത്? ഒരു ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം അയാൾക്ക് ആഹാരം വേണം, വസ്ത്രം വേണം, തല ചായ്ക്കാൻ ഒരു ഇടം വേണം. ഈ 3 കാര്യങ്ങളും ഇല്ലാത്തിടത്തോളം അയാളുടെ നിലനിൽപ്പ് വളരെ കഷ്ടതയിലാണ്. ശാരീരികമായിട്ടുള്ള നിലനിൽപ്പ് എന്നതിന് പറയും. രണ്ടാമത്തേത് എന്താണ്? വൈകാരികം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ അത്യാവശ്യമുള്ള ഒരു സാധനം ഇമോഷണൽ നീഡ്സ് ആണ്, അതായത് വൈകാരികമായിട്ടുള്ള നീഡ്സ്. ആദ്യത്തേത് എന്താണ്? ശാരീരികം. രണ്ടാമത്തേത് എന്താണ്? ഇമോഷണൽ നീഡ്സ് ആണ്. എന്താണ് ഇമോഷണൽ നീഡ്സ്? നല്ല ഭൗതിക സാഹചര്യങ്ങളുണ്ട്, അയാൾക്ക് അത്യാവശ്യത്തിന് പൈസയുണ്ട്, അതുകൊണ്ട് ഇതുണ്ട്, നല്ല സക്സസ്ഫുൾ കരിയർ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഓഫീസിൽ ചെന്ന ബോസ് ശരിയല്ല, വീട്ടിൽ വന്ന ഭാര്യ ശരിയല്ല, അച്ഛനും അമ്മയും ഒട്ടും ശരിയല്ല, ആ ബന്ധുക്കളോടോ ഒന്നും അയാൾക്ക് കാര്യമായിട്ടുള്ള ഒരു തരത്തിലുമുള്ള എന്താണ് ഒരു ഒന്ന് സഹകരിച്ചു പോകുന്ന ആൾക്കാരല്ല അയാളുടെ കൂടെ ഉള്ളതെങ്കിൽ ഇത്രയൊക്കെ ഉണ്ടായാലും അയാൾക്ക് സന്തോഷം കിട്ടുമോ? ഇല്ല. അതാണ് നമ്മളുടെ ഇമോഷണൽ നീഡ്സ് എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കൂ, ആരുടെ പ്രശ്നം ഇതായിരുന്നു? അർജുനന്റെ പ്രശ്നം ഇതായിരുന്നു. അർജുനൻ പറയുകയാണ് ശോകം ഉച്ഛോഷണം ഇന്ദ്രിയാണ്. എന്താണ്? എന്റെ ഇന്ദ്രിയങ്ങളെ ശോഷിപ്പിക്കുന്ന തരത്തിലുള്ള ശോകമാണ് ഇത്. രാജ്യം, ആധിപത്യം, സ്വർഗം ഇതൊക്കെ എനിക്ക് കിട്ടിയാലും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാവുകയില്ല. നിങ്ങൾ 2 ഉദാഹരണങ്ങൾ ഇനിയും കേട്ടിട്ടുണ്ട്. ഭാഗവതത്തിൽ ചിത്രകേതു മഹാരാജാവിനോട് നാരദ മഹർഷി പോയിട്ട് സുഖാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ചിത്രകേതു മഹാരാജാവ് പറയും, എല്ലാം ഉണ്ട് അല്ലയോ മഹർഷി, എനിക്ക് എല്ലാം ഉണ്ട്, പക്ഷേ അനപത്യതാ ദുഃഖം, എനിക്ക് ഒരു മകനോ അല്ലെങ്കിൽ ഒരു അനന്തരാവകാശി ഇല്ല എന്നുള്ള ദുഃഖം. ഇദ്ദേഹം എവിടാ പറയുന്നത്? അവിടെ എന്താണ് പറയുന്നത്? വിശന്നിരിക്കുന്ന ഒരുവന് പൂമാല കൊണ്ടുതരുന്നത് പോലെയാണ് എന്ന്. വിശക്കുന്നവന് ഭക്ഷണമാണ് വേണ്ടത്, പക്ഷെ എനിക്ക് എല്ലാം ഉണ്ട്, അതൊക്കെ പൂമാല പോലെയാണ്, പക്ഷെ എനിക്ക് ആവശ്യം ഭക്ഷണമാണ്, അതില്ല. വേറൊരു പരിഹാരവും അതിനില്ല, അതിന് അതിൻ്റെതായിട്ടുള്ള പരിഹാരം തന്നെ വേണം എന്ന് ആര് പറയുന്നു? ചിത്രകേതു മഹാരാജാവ് പറയും. ദശരഥ മഹാരാജാവ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? രാമായണത്തിൽ ആദ്യം ദശരഥ മഹാരാജാവിന് എന്താണ് ഇല്ലാത്തത്? സുന്ദരിമാരായിട്ടുള്ള പത്നിമാരുണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര എന്താണ് ദേവേന്ദ്രൻ പോലും സഹായത്തിന് വിളിക്കുന്ന അത്രയും പേര് കേട്ട കീർത്തിമാനായിട്ടുള്ള അയോധ്യയിലെ രാജാവായിരുന്നു. അയോധ്യ എന്ന് പറയുന്ന ആ നഗരി തന്നെ അത്ര സമ്പദ് സമൃദ്ധമായിരുന്നു. എന്ത് വിവരണമാണ്! എന്താണ് അദ്ദേഹത്തിന് കുറവുണ്ടായിരുന്നത്? ഒരേ ഒരു ദുഃഖം. ഇതാണ് അനപത്യതാ ദുഃഖം. അർജുനൻ പറയുകയാണ്, ഇപ്പൊ എന്റെ പ്രശ്നം വൈകാരികമാണ്. അതിന് പരിഹാരമായിട്ട് യുദ്ധം ചെയ്ത് ജയിക്കാനും രാജ്യം ലഭിക്കുന്നതും ആധിപത്യവും സ്വർഗത്തിൽ പോകുന്നതും ഒന്നും എനിക്ക് സമാധാനം തരാൻ പോകുന്നില്ല. ധനം കൊണ്ട് എന്തും പരിഹരിക്കാം എന്ന് ലോകത്തിൽ പലരും പറയും. മണി ക്യാൻ ബൈ എനിത്തിങ് എന്നൊക്കെ അവർ സിദ്ധാന്തം ഇറക്കുകയും ചെയ്യും. പക്ഷേ മണി കൊണ്ട് വാങ്ങിക്കാൻ പറ്റാത്ത പല സാധനങ്ങളും ഉണ്ട്. ഭൗതികം, അതായത് ഫിസിക്കൽ അല്ലെങ്കിൽ ശാരീരികം, വൈകാരികം, ഇമോഷണൽ, അതിനും അപ്പുറത്ത് ഒരു എക്സിസ്റ്റൻസ് കൂടി നമുക്കുണ്ട്. എന്താണ് ആ എക്സിസ്റ്റൻസിന്റെ പേര്? സ്പിരിച്വൽ എക്സിസ്റ്റൻസ്, അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള ഇമോഷൻസ്. വികാരങ്ങൾ എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. എന്താണ് ഇമോഷൻസ് എന്ന് പറയും? അത് ഭൗതികമായിട്ടുള്ള വികാരങ്ങളും ഉണ്ട്, ആധ്യാത്മികമായിട്ടുള്ള വികാരങ്ങളും ഉണ്ട്. എന്താണ് ആധ്യാത്മികമായിട്ടുള്ള വികാരം? ഭഗവാനെ സ്നേഹിക്കുമ്പോ, ഭക്തന്മാരെ സ്നേഹിക്കുമ്പോ, ഗുരുവിനെ സ്നേഹിക്കുമ്പോ ഉണ്ടാകുന്ന വികാരങ്ങളെയാണ്, ഹാപ്പിനെസ്സിനെയാണ്, ഇമോഷൻസിനെയാണ് എന്ത് പറയുന്നത്? ആധ്യാത്മികമായിട്ടുള്ള വികാരങ്ങൾ എന്ന് പറയും. അത് നമ്മളുടെ അവബോധത്തെ മേലേക്ക് കൊണ്ടുപോകും. മറ്റേ വികാരങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഭൗതികമായിട്ടുള്ള വികാരങ്ങൾ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള വികാരങ്ങൾ, ഇന്ദ്രിയങ്ങളുടെ വികാരങ്ങൾ. ഇതും ഇന്ദ്രിയം കൊണ്ടാണ് പെർസീവ് ചെയ്യുന്നത്. പക്ഷെ
ആരാണ് ഒബ്ജക്റ്റ്? അതീന്ദ്രിയമാണ് ഒബ്ജക്റ്റ്. അതുകൊണ്ട് ആ തലത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഭൗതികമായിട്ടുള്ളത് മാത്രമാണ് അറ്റാച്ച്മെന്റ് എങ്കിൽ നമ്മളെ പതുക്കെ 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 എന്ത് ചെയ്യും? താഴേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു തരത്തിലുള്ള ഇമോഷൻസ് നമ്മളെ ഉയർത്തുന്ന ഇമോഷൻസ് ആണെങ്കിൽ ഇനി ഒരു തരത്തിലുള്ള ഇമോഷൻസ് നമ്മളെ താഴേക്ക് കൊണ്ടുപോകുന്ന ഇമോഷൻസ് ആണ്. അപ്പോ പരിഹാരം എന്താണ് എന്ന് അർജുനൻ അന്വേഷിക്കുമ്പോ ഭഗവാൻ എന്ത് ചെയ്യും? പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. എന്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും? അർജുന, നീ ചിന്തിക്കുന്നത് ശാരീരികമായിട്ടാണ്. മനസ്സും കഴിഞ്ഞിട്ട് ഇനി ഒരു സാധനമുണ്ട്, ആത്മാവ്, സോൾ. അതിനുള്ള ഭക്ഷണം ഇതല്ല. അതിന്റെ ദുഃഖം ഇത് കൊണ്ട് നിവർത്തിക്കാൻ പറ്റുകയില്ല എന്ന് ഭഗവത്ഗീത പറഞ്ഞു തുടങ്ങുന്നത് ഈ ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണ്. ഭഗവാൻ പറയുന്നു, നീ വലിയ പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നു, എന്നിട്ട് നീ എന്താണ് ബുദ്ധി പോലും ഇല്ലാത്ത ആളെ പോലെയാണ് പെരുമാറാൻ പോകുന്നത്, ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയും. എന്നിട്ടാണ് അർജുനനോട് പറയാൻ പോകുന്നത്, അതല്ല, ഇങ്ങനെയല്ല, ആത്മാവിനെ കുറിച്ചാണ് നീ അറിയേണ്ടത്. ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ്, എങ്ങനെയാണ് ആ ബന്ധം റിവൈവ് ചെയ്തെടുക്കുന്നത്, അതാണ് നിന്റെ ആത്യന്തിക ലക്ഷ്യം. ആ പരമാത്മാവിനെ, അതായത് ഈശ്വരനെ സേവിക്കുക എന്നതാണ് ഒരു ജീവാത്മാവിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആനന്ദകരമായിട്ടുള്ള പ്രവൃത്തി. അത് ചെയ്യാനേ നിന്നോട് പറയുന്നുള്ളൂ അർജുന. എന്നിട്ട് പറയും, ഞാനാണ് എന്ത് മുന്നിൽ നിൽക്കുന്ന ഞാനാണ് ആ ഒരു ഒബ്ജക്റ്റ് എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുക്കും. ഹം സർവസ്യ പ്രഭവ മതത് സർവം പ്രവർത്തത്തെ ഇതി മത്വ ഭജന്തേ മാം ബുധഭാവ സമന്വിത. പിന്നെ ഭഗവാൻ പറയും, എന്താണ്, നീ എന്ത് ചെയ്താലും എനിക്ക് വേണ്ടി അർപ്പിക്കുക. യജ്ജുഹോഷി എന്താണ്, യദശ്നാസി യജ്ജുഹോഷി ദദാസി തപസ്യസി കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം. ഭക്തിയോഗത്തിൽ എന്ത് കാര്യങ്ങളൊക്കെയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഭഗവാൻ പറഞ്ഞു കൊടുക്കും. അതിനുശേഷം അർജുനൻ എല്ലാം മനസ്സിലാവും. എന്നിട്ട് അവസാനം അർജുനൻ എന്ത് തീരുമാനിക്കും? ആത്മാവിന്റെ തീരുമാനം. എന്ത് തീരുമാനം? നഷ്ടോ മോഹ സ്മൃതിർലബ്ധ്വാ ത്വത്പ്രസാദാത്മയ അച്യുത കരിഷ്യേ വചനം തവ. അവിടെയും അർജുനൻ എന്ത് തന്നെ ചെയ്യുന്നു? ഈ സൊല്യൂഷൻ ആധ്യാത്മികമാണെങ്കിലും പ്രാവർത്തികമാക്കുന്നത് ഭൗതികമായിട്ടുള്ള യുദ്ധം തന്നെയാണ്. അർജുനൻ ചെയ്യാൻ പോയതും യുദ്ധം തന്നെയാണ്. കിട്ടാൻ പോയതും അർജുനന് രാജ്യം, സുരാണാം അപിച്ച ആധിപത്യം, അസപത്നമൃദ്ധം രാജ്യം, ഇതൊക്കെ തന്നെയാണ്. കിട്ടിയതും അത് തന്നെയാണ്. പക്ഷെ ഇപ്പോ അർജുനൻ എന്താണ്? ക്ഷത്രിയന്റെ ഭൗതികമായിട്ടുള്ള വികാരങ്ങളുടെ മുഖത്ത് ചിന്തിക്കുകയാണ്, ഇത് എന്റെ അച്ഛനാണ്, മുത്തച്ഛനാണ്, സഹോദരനാണ്, പുത്രനാണ്, പൗത്രനാണ്, ശാലനാണെന്നൊക്കെ ചിന്തിച്ച് അർജുനനെ എന്താണ്, വികാരങ്ങളുടെ പുറത്താണ് അർജുനൻ തീരുമാനമെടുക്കുന്നത്. യുദ്ധം ചെയ്യുന്നില്ല, കാട്ടിൽ പോയി യാചിച്ചു കഴിയാം, അതാണ് എനിക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞു. അർജുനന് ഒന്നും അറിയില്ല, എന്തിനെ കുറിച്ച് അറിയില്ല, ആത്മാവിനെ കുറിച്ച് അറിയില്ല. ഇതിനു ശേഷമാണ് അർജുനൻ പഠിക്കാൻ പോകുന്നത്. ഭഗവാൻ കറക്റ്റ് സമയത്തെ ജ്ഞാനം കൊടുക്കുകയുമുള്ളൂ. ആദ്യം ഭഗവാൻ എന്ത് ചോദിക്കും? വഴക്ക് പറയും. അർജുന, നീ എന്താണ് ഇങ്ങനെ മണ്ടനെ പോലെ പെരുമാറുന്നത്? എന്താണ്, എവിടെ നിന്നാണ് നിനക്ക് അർജുന ഈ തരത്തിലുള്ള ക്ലൈപ്യം മാസ്മകമാ പാർത്ഥ നൈതത്തയുപപദ്യത്തെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്ത ഉത്തിഷ്ഠ പരന്തപ. നീ പരന്തപ്പനാണ് അർജുന, നിനക്ക് എവിടെ നിന്നാണ് ഈ ഹൃദയ ദൗർബല്യം ഒക്കെ വന്നുപെട്ടത് എന്നൊക്കെ കൃഷ്ണൻ ചോദിക്കും. എന്നിട്ടും അർജുനൻ പിന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കും, അങ്ങനാണ്, ഇങ്ങനാണ്, അതാണ്, ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അർജുനൻ സ്വയമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യും? പിന്നെ അവസാനം അർജുനൻ പറയില്ല, എന്നെ കൊണ്ട് പറ്റണില്ല കൃഷ്ണ എന്ന് പറയുമ്പോ അവസാനം അർജുനനോട് ഭഗവാൻ പറയും, ഇങ്ങനെയല്ല, ഇതാണ് നിന്റെ പരിഹാരം എന്ന് പറഞ്ഞു. അപ്പോ എന്താണ് നമ്മൾക്ക് മനസ്സിലാവേണ്ടത്? നമ്മുടെ ആവശ്യങ്ങൾ ഭൗതിക നിലയിലാണെങ്കിൽ എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കത്തേ ഉള്ളൂ. അത്യാഗ്രഹങ്ങളാണെങ്കിൽ, സാധാരണ ആഗ്രഹങ്ങളാണെങ്കിൽ പാറപ്പെടും. സമാധാനമായിട്ട് ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന തരത്തിലുള്ള ജീവിതം, ഇതെല്ലാം നമ്മൾക്ക് എന്ത് വേണം? അത്യാവശ്യം വേണം. പക്ഷേ ഗ്രീഡിനെസ്, നമ്മളോട് ഉപദേശാമൃതത്തിൽ ഭഗവാൻ പറയും, രൂപ ഗോസ്വാമി പറയും, എന്താണ്? ലൗല്യം. പിന്നെ എന്താണ്? അങ്ങനെ കുറെ സാധനങ്ങൾ, ഭക്തിക്ക് വിരുദ്ധമായിട്ടുള്ള കുറെ സാധനങ്ങൾ, ഗ്രീഡ്, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം തുടങ്ങിയ അനർത്ഥങ്ങളെയൊക്കെ വെച്ച് പുലർത്തുന്നത് എത്രത്തോളം നിങ്ങൾക്ക് ഭൗതിക സൗകര്യങ്ങൾ കിട്ടാൻ ഉപകരിച്ചാലും
അതുകൊണ്ട് നമ്മളുടെ ആത്യന്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവുകയില്ല എന്നാണ് അർജുനൻ ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ വികാരങ്ങള് കൃഷ്ണനുമായി ബന്ധിക്കാത്തിടത്തോളം, കൃഷ്ണാവബോധം ഇല്ലാത്തിടത്തോളം നമുക്ക് പരിശുദ്ധി ഉണ്ടാവുകയില്ല, ഉന്നതി ഉണ്ടാവുകയില്ല, ഭൗതികതയിൽ നിന്നുമുള്ള മുക്തിയും ഉണ്ടാവുകയില്ല. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ള മോചനം സാധ്യമാണ് എപ്പോ നമ്മുടെ എക്സിസ്റ്റൻസ് ശാരീരികം മാത്രമല്ല, വൈകാരികം, ഇമോഷണൽ, അത് മാത്രമല്ല, പിന്നെ എന്താണ്, ശരിക്കും ആധ്യാത്മികമായിട്ടുള്ള എക്സിസ്റ്റൻസ് ആണ് നമ്മുടെ എറ്റേണൽ എക്സിസ്റ്റൻസ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതെന്ത് സാധ്യമാണ്? എന്ത് സാധ്യമാണ്? പ്യൂരിറ്റി, ലിബറേഷൻ, ഹയർ കോൺഷ്യസ്നസ്, ഇതെല്ലാം സാധ്യമാണ്. ഇതാണ് അർജുനന്റെ ഭൗതിക പരിഹാരങ്ങൾ. മാനസികമായോ ആധ്യാത്മികമായോ ഉള്ള ഡെഫിഷ്യൻസിക്ക് എന്താണ്, അതിന് പരിഹാരമല്ല എന്ന് അർജുനൻ മനസ്സിലാക്കുന്ന ഈ ശ്ലോകം കൊണ്ട് നമ്മൾ ജീവിതത്തിലേക്ക് എടുക്കേണ്ട മെസ്സേജ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും കമന്റ്സ് ഈ ഒരു ഭാഗത്ത് ഞാൻ പറയാതെ പോയ എന്തെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് പറയാൻ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ? ഹരേ കൃഷ്ണ മാജി, താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഐശ്വര്യ മാധവി എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല മാജി, മാജി എല്ലാം കവർ ചെയ്തല്ലോ മാജി. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചെറിയൊരു കാര്യം. ഹരേ കൃഷ്ണ മാജി. ഹരേ കൃഷ്ണ. വളരെ നന്ദി മാജി, ഗംഭീരമായ ക്ലാസ്സിന് നന്ദി മാജി, വളരെ വളരെ നന്ദി മാജി. ആഡ് ചെയ്യാനുള്ള ആളിനെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. അതാണ്. എന്നാലും കഥാമൃത പ്രഭു അതിനകത്തൊരു കംപ്ലീഷൻ സേക്ക് എന്തെങ്കിലും 2 പോയിന്റും കൂടെ ആഡ് ചെയ്യും പ്രഭു. മാതാജി, മറ്റുള്ള ആരാണ് ക്ലാസ് എടുത്താലും നമുക്ക് എന്തെങ്കിലും 2 ലൈൻ പറയാനുണ്ടാവും. മാതാജിയുടെ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല. കാരണം ഒരു പോയിന്റ് മാതാജി മിച്ചം വയ്ക്കത്തില്ല. അതാണ് പ്രശ്നം. ഇന്ന് ഒരു സംഭവം നടന്നു. ഞാനൊരു ക്ലാസ്സിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ മാതാജിയുടെ പേര് ഇങ്ങോട്ട് ഒരു ബിഗിനർ പേരെടുത്ത് പറഞ്ഞു. ആ മാതാജിയുടെ ക്ലാസ് നന്നായിരിക്കും എന്ന് പറയും. ഹരിപ്രിയ മാതാജിയുടെ ക്ലാസ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, നല്ല ക്ലാസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ പുതിയ ഒരുപാട് ആൾക്കാർ മാതാജിയുടെ ക്ലാസ് നല്ല രീതിയിൽ കേട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം തോന്നി. എല്ലാം ഇതൊന്നും എന്റെ കയ്യിൽ നിന്ന് ഞാൻ പറയണതല്ല പ്രഭു. ഇതിന്റെ എല്ലാത്തിന്റെയും ആ ക്രെഡിറ്റ് എല്ലാം പോകുന്നത് ഈ ഭക്തന്മാർക്ക് മാത്രമാണ്. ഇതൊന്നും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പറയാനോ ഉള്ള ഒരു കഴിവോ എനിക്കില്ല. ഞാൻ ആകെപ്പാടെ എനിക്കുള്ളത് ഞാൻ കുറച്ച് വായിക്കും, പിന്നെ എന്താണ് റിയലൈസേഷൻ ഒന്നും പറയാനുള്ള ഒരു ത്രാണിയൊന്നും എനിക്കില്ല. ഞാൻ അതിനുള്ള തക്കതായിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ പറയണതെല്ലാം വന്നിട്ട് ഈ ഒരു ആചാര്യ പരമ്പരയിൽ ഇപ്പൊ ഉള്ള ഭക്തന്മാരും ഇതിനു മുന്നേ പ്രഭുപാദും മറ്റ് ആചാര്യന്മാരും പറഞ്ഞിട്ടുള്ളത് ഞാൻ എവിടെ നിന്നൊക്കെയോ കേട്ടും വായിച്ചും കിട്ടണ അറിവ് മാത്രമേ ഉള്ളൂ. ആക്ച്വലി അത് മതി നമുക്ക്. അതിനെ നമ്മൾക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കിത് സത്യമാണെന്ന് മനസ്സിലാകും. എന്റെ സ്പിരിച്വൽ മാസ്റ്റർ പറയാറുണ്ട്, ഇത് ട്രൂത്ത് ആണെങ്കിൽ അത് വർക്ക് ചെയ്യും. അപ്പോ ആരെങ്കിലും ഇൻസ്പിറേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ആക്ച്വലി അത് പ്രഭുപാദിന്റെ പരമ്പരയിൽ കൂടെ കിട്ടുന്ന ഇൻസ്പിറേഷൻ ആണ്. നമ്മൾ വെറുതെ അതിന്റെ സൈഡിൽ കൂടെ പോകണമെന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും മാതാജിയുടെ അങ്ങനെ അവർ പറഞ്ഞപ്പോ ഞാൻ വളരെ ഹാപ്പിയായി. അപ്പോൾ ഒരുപാട് നോട്ടീസ് നോട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം മാതാജി. ഞാൻ വളരെ ഹാപ്പിയാണ് മാതാജിയായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ. ഞങ്ങളെല്ലാം വളരെ ഹാപ്പിയാണ്. നല്ല കമന്റ്സ്, വളരെ നന്ദി പ്രഭു. എപ്പോഴും നിങ്ങൾ രണ്ടുപേരും എന്നെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഐശ്വര്യ മാതാജിയും പ്രഭുവും പിന്നെ പരമനയുള്ള മിക്കവാറും എല്ലാ ഡിവോട്ടീസും വളരെയധികം സ്നേഹം എനിക്കും ഹരേകൃഷ്ണ പ്രഭുവിനും തരുന്നുണ്ട്. ഞങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ ഇൻസ്പിറേഷൻ തരുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തികളാണ് നിങ്ങൾ എല്ലാവരും. നിങ്ങളുടെ അടുത്തുനിന്ന് ഒരുപാട് നിങ്ങളുടെ ആ ഒരു ഗുരുവിനോടുള്ള സ്നേഹവും ഭാഗവതത്തോടുള്ള സ്നേഹവും ഒക്കെ നിങ്ങളുടെ അടുത്തുനിന്ന് ഞങ്ങൾ പഠിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന. കാരണം എല്ലാ ഭക്തന്മാരുടെ അടുത്തുനിന്നും വളരെ പ്രത്യേകതയുള്ള ഗുണങ്ങൾ സ്വാംശീകരിച്ചാൽ നമ്മൾക്കും അവരെ പോലെ ആകാൻ പറ്റും എന്നുള്ള ഒരു എന്താണ് വിശ്വാസമാണ് നമ്മളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. താങ്ക് യു ബ്രോ. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യമോ കമന്റ്സോ അങ്ങനെ എന്തെങ്കിലും?
ഹരേ കൃഷ്ണ. മാജി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കി നമുക്ക് മാറ്റണം. കാരണം ഭഗവത്ഗീതയിൽ ബേസിക്കലി പുതിയ ഡ്യൂട്ടീസിനെയാണ് നമ്മൾ കൂടുതൽ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പുതിയ ആൾക്കാർ വരുന്നുമുണ്ട്, ഇതിനകത്ത് ഒരുപാട് പുതിയ ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ അവരെ കൊണ്ട് സംസാരിപ്പിക്കണം. അവരുടെ ഡൗട്ടൊക്കെ ചോദിക്കുന്ന രീതിയിലും ഒരു ഇന്ററാക്റ്റീവ് സെഷനായിട്ടൊക്കെ നമുക്ക് പതുക്കെ മാറ്റണം. ഇന്നലെ ഒരു നമുക്കറിയാലോ ഡ്യൂട്ടി ആദ്യമൊക്കെ വരുമ്പോ നമുക്കും സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ ആൾക്കാർ അതെ എന്ത് അതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് അങ്ങനത്തെ ഇൻഹിബിഷൻ ഒന്നുമില്ല. അപ്പൊ പതുക്കെ അവർ മനസ്സിലാക്കും. തീർച്ചയായും ഇന്നലെ ഒരു സന്തോഷ വാർത്ത ഉണ്ടായിരുന്നു. ഒരു ഡ്യൂട്ടി വാട്സപ്പിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തിന്റെ ഡൗട്ട് എഴുതി അയച്ചിരുന്നു. ഫോർച്ചുനേറ്റ്ലി പ്രഭു ഇന്നലെ മാജി ഉണ്ടായിരുന്നു. ഞാൻ അതെ അതെ ഞാൻ കേട്ടു. അതെ പ്രഭുവിന്റെ സംശയം ചോദിച്ചത് ഞാൻ കേട്ടു. അതെ അപ്പൊ അത് അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ വളരെ ഹാപ്പിയാണ്. കാരണം കുറെ ഡ്യൂട്ടീസ് ഇതിന്റെ ഗുണം കൊയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് സന്തോഷം. അപ്പൊ അങ്ങനെ ദയവായി ഇവിടെ ചേർന്ന ഭക്തന്മാർ ദയവായി ശ്രദ്ധിച്ചാലും, നിങ്ങളുടെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ ദയവായി വാട്സപ്പിലാണെങ്കിൽ കൂടിയും ഞങ്ങൾക്ക് അയച്ചു തരിക. തീർച്ചയായിട്ടും ഈ ക്ലാസ്സുകളിൽ, പ്രത്യേകിച്ച് ഭഗവത്ഗീത ക്ലാസ്സിൽ ഇതിന് ആൻസർ തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. അതുപോലെ എല്ലാ ദിവസങ്ങളിലും നടക്കുന്ന ഈ പ്രോഗ്രാം റെഗുലർ ആയിട്ട് പങ്കെടുക്കണമെന്നും കൂടെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മാതാജിയെ പോലുള്ള നല്ല സൂപ്പർ ഡ്യൂട്ടീസിന്റെ മനോഹരമായ വ്യത്യസ്ത ഓരോ ദിവസത്തിനും ഓരോ ഡ്യൂട്ടീസാണ് ക്ലാസ് എടുക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കും. നന്ദി മാതാജി, വളരെ സന്തോഷം. താങ്ക് യു മാതാജി. ശരി. ഹരേ കൃഷ്ണ മാജി. യെസ് മാജി, ഹരേ കൃഷ്ണ മാജി. ഇപ്പൊ മാജി ഇപ്പൊ പറയുകയാണെങ്കിൽ മാജി ഇപ്പം ബാക്കി ഡിവോട്ടീസ് അറിയാൻ വേണ്ടി പറയാണ്. ഇപ്പൊ മാജി ഡോക്ടറാണ്, ഹരേ കൃഷ്ണ പ്രഭു ഡോക്ടറാണ്. അപ്പൊ നമ്മൾ ഇന്നലെ ഒരു ഡോക്ടറിനെ കണ്ടു. അദ്ദേഹത്തിനോട് നമ്മൾ കാഷ്വലായിട്ട് സംസാരിച്ചപ്പോൾ പോലും അവർ ഭയങ്കര നിരീശ്വരത്വവും എന്താണ് വർക്ക് ഈസ് വർഷിപ്പ് അങ്ങനത്തെ കുറെ ഫിലോസഫീസ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മാജി. അപ്പൊ അത്രയും പഠിച്ചവരെ കൃഷ്ണ കോൺഷ്യസിലോട്ട് കൊണ്ടുവരാൻ അത്രയും പാടാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ അത്രയും നിങ്ങൾ ഇത്രയും ഇതിലോട്ട് നിൽക്കുമ്പോൾ നമുക്ക് അവർക്ക് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നവരാണ് മാതാജിയും പ്രഭു ഒക്കെ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ പ്രഭുവിനെ ഡിവോട്ടീസിന് അറിയായിരിക്കും. നിങ്ങളെയൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് വയ്ക്കുമ്പോഴാണ് നമുക്കും പലരോടും പറയാനുള്ള ശക്തിയും കിട്ടുന്നത്. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടെ മാജി.